എല്ലാ ആഘോഷങ്ങളും ഉത്സവങ്ങളും കാലത്തിനൊത്ത് ആധുനികവൽക്കരിച്ചെങ്കിലും പഴമയുടെ പ്രതാപം വിളിച്ചോതി ഞമനേങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ ചക്കപ്പൂരത്തിലെ കുതിരകയറ്റം. പതിവ് പോലെ മീനത്തിലെ ഭരണിനാളിലാണ് കുതിരയുടെ പണിക്ക് തുടക്കം കുറിക്കുക. ആദ്യം ക്ഷേത്രത്തിനകത്ത് സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്ന കുതിരയെ ഉറപ്പിക്കുന്നതിനുള്ള തേക്കിന്റെ കാലുകളും അവ കൂട്ടിയോജിപ്പിക്കുന്ന തണ്ടുകളും അടങ്ങിയ ചട്ടുകങ്ങൾ പുറത്തെടുത്ത സ്റ്റാൻഡുണ്ടാക്കി മരത്തിന്റെ പൂളിട്ട് ഉറപ്പിക്കുന്ന ജോലിയാണ് നടത്തുക. ഇവയ്ക്കു മുകളിൽ കാലുകളും തണ്ടും ഉറപ്പിച്ച മുള വെട്ടിച്ചീകിയ നേർത്ത വാരികളാൽ ചുറ്റിവെക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ഘട്ടം ഘട്ടമായി കുതിരയുടെ കാലുകളും വാരിയും ഉറപ്പിച്ച ശേഷം മുകളിൽ വൈക്കോൽ പിരിച്ച് കയർ രൂപമാക്കി ചുറ്റി കുതിര രൂപമാക്കും. ഇതിനു മുകളിൽ വൈക്കോലുകൾ പരത്തിവെച്ച് കയറുകൊണ്ട് ചുറ്റി കുതിരയുടെ തലയും പൂപ്പലകകളും കൂട്ടിയോജിപ്പിക്കുന്നതോടുകൂടി പ്രധാന പണികൾ പൂർത്തിയാകും. പിന്നീട് വെള്ളച്ചേല ചുറ്റി അവസാനം പിന്നിൽ വാൽക്കൂടി പിടിപ്പിച്ച മിനുക്കുപണികൾ പൂർത്തീകരിക്കുന്നതോടെ ഒത്ത കുതിരയായി മാറും. ഇവിടെ നിർമ്മിക്കുന്ന കുതിരയ്ക്ക് 20 അടിയോളം പൊക്കവും 40 അടി നീളവും ഉണ്ടാകും. വിഷു കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച താലപ്പൊലി കൂറയിടുന്ന ദിവസം കുതിരവേലയായി ആഘോഷിക്കും. ഈ ദിവസം പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന കുതിരയെ എടുത്ത് കിഴക്കോട്ട് തിരിച്ചുവെക്കുന്ന ചടങ്ങാണ് പ്രധാനം. തുടർന്ന് വെളിച്ചപ്പാട് അരിയും പൂവുമെറിഞ്ഞ് ദേവീ ചൈതന്യം വടക്കേ നടയിലുള്ള കുതിരയിലേക്ക് പകരും. ഉത്സവ ദിവസം കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം 7:30 കുതിരയെ എടുത്ത് ക്ഷേത്രം വലം ചുറ്റും. ദേവീ ചൈതന്യം വഹിക്കുന്ന കുതിരയെ എടുക്കുന്ന ചടങ്ങിൽ നിരവധി ഭക്തരാണ് പങ്കെടുക്കുക. പുരാതന കാലം മുതൽ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന പ്രധാന ചടങ്ങാണ് കുതിരവേല. അതിന് മാറ്റം വരുത്താതെ അതേ തനിമയോടും ഭക്തിയോടും കൂടി നിലനിർത്തി കൊണ്ടുപോവുകയാണ് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ. മുൻപ് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ദേശക്കുതിരകൾ ക്ഷേത്രത്തിൽ സംഗമിച്ച് കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നിരുന്നു. പഴയകാലത്ത് ചക്കയും മാങ്ങയും സുലഭമായി ഉത്സവത്തിനെത്തുന്നവർക്ക് വാങ്ങാനും വിൽക്കാനും കഴിയുമായിരുന്നതിനാൽ ചക്കപ്പൂരം എന്ന പേരിലാണ് ഇവിടത്തെ ഉത്സവം അറിയപ്പെട്ടിരുന്നത്. പല ദേശങ്ങളിൽ നിന്നുപോലും ആളുകൾ ചക്കയും മാങ്ങയും വാങ്ങാൻ ഉത്സവത്തിനെത്തുന്നത് പതിവായിരുന്നു. എന്നാൽ ഇന്ന് ചക്കയുടെയും മാങ്ങയുടെയും ലഭ്യതക്കുറവും പറിച്ചെടുക്കാനുള്ള ചെലവും മൂലം പേരിനുപോലും ഒരു ചക്ക കാണാതായി മാറി ക്ഷേത്രത്തിലെ ചക്കപ്പൂരം.